പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടാതെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കൂടെ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മളെ ഗ്യാസിൻ്റെ റെഗുലേറ്റർ ഇല്ലേ, അതിൻ്റെ ആ ഒരു ഓണും ഓഫും ആക്കുന്ന ഈ ഒരു സംഭവം ഭയങ്കര ടൈറ്റായിട്ട് കിടക്കും. അങ്ങനെയൊക്കെ ഉള്ള സമയങ്ങളിൽ നിങ്ങൾക്ക് ഈ ഒരു ടിപ്പ് ഉപയോഗിച്ച് നോക്കാം കേട്ടോ. എൻ്റെ ഈ ഒരു റെഗുലേറ്ററിൻ്റെ പ്രശ്നം ഇടയ്ക്ക് ഭയങ്കര ടൈറ്റ് ആയിരിക്കും. എനിക്ക് ഓണാക്കാനും ഭയങ്കര പ്രയാസമായിരിക്കും, അതേപോലെ തന്നെ ഓഫ് ആക്കാനും ഭയങ്കര ശക്തി നമ്മൾ പ്രയോഗിക്കുമ്പം ഈ ഒരു സംഭവം പൊട്ടിപ്പോകാനുള്ള ചാൻസും കൂടുതലാണ്. അങ്ങനെയുള്ള സമയത്ത് ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് ഉപയോഗിച്ച് നോക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളത് കുറച്ച് വാസലിനാണ്, പിന്നെ വേണ്ടത് ഒരു ബഡ്സുമാണ് കേട്ടോ. കുറച്ച് വാസലിൻ ഈ ഒരു ബഡ്സിലേക്ക് ആക്കി കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിലൊരു സ്പ്രിങ് പോലെയുള്ള സംഭവം ഉണ്ടാവും. ഈ ഒരു സ്പ്രിങ് പോലെയുള്ള സംഭവത്തിലേക്ക് ഈ ഒരു ബഡ്സ് വെച്ചിട്ടേ നമുക്ക് തേക്കാൻ പറ്റുള്ളൂ, അല്ലാണ്ട് നമ്മളെ വിരലൊന്നും പോകത്തില്ല. അപ്പോൾ ഈ ഒരു ബഡ്സ് വെച്ചിട്ട് അതിങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് ആക്കി കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു വാസലിൻ അവിടെയൊക്കെ എത്തിയിട്ട് ഈ ഒരു ടൈറ്റായിട്ട് കിടക്കുന്നതൊക്കെ ലൂസായിട്ട് ഇരിക്കും കേട്ടോ. അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും കരടോ കാര്യമൊക്കെ ഉണ്ടെങ്കിൽ അത് അതുപോലെ ആയിട്ടിങ്ങ് പോരും. അതിൻ്റെ ഉള്ളിലുള്ള പൊടിയൊക്കെ ഈ ഒരു ബഡ്സുമിലേക്ക് ആയിട്ട് വരുന്നുണ്ട്. അപ്പം എന്തെങ്കിലും കരടോ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും തുരുമ്പൊക്കെ ഉണ്ടെങ്കിലാണ് ഇത് ഭയങ്കരമായിട്ട് ടൈറ്റായിട്ട് കിടക്കുക. അപ്പം അങ്ങനെ ടൈറ്റായിട്ടൊക്കെ ഈ ഒരു റെഗുലേറ്ററിൻ്റെ സ്വിച്ച് ഉള്ളവരുണ്ടെങ്കിൽ ഈ ഒരു ടിപ്പ് ഉപയോഗിച്ച് നോക്കാം കേട്ടോ. ചിലർ വെളിച്ചെണ്ണ ആക്കുന്നതാണ്. വെളിച്ചെണ്ണ ആക്കുന്നതിനെക്കാട്ടും കൂടുതൽ നല്ലത് ഈ ഒരു വാസലിൻ തേച്ച് കൊടുക്കുന്നതാണ്. അപ്പം അതിൻ്റെ ഉള്ളിലുള്ള അഴുക്കൊക്കെ ഈ ഒരു ബഡ്സിന്മേലേക്ക് തന്നെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതുമേലെ ഈ ഒരു ഭയങ്കരമായിട്ട് ശക്തി കൊടുക്കുകയാണെങ്കിൽ അത് എളുപ്പത്തിൽ തന്നെ പൊട്ടിപ്പോകുമ്പോൾ നമ്മൾ റെഗുലേറ്റർ മാറ്റേണ്ടി വരും കേട്ടോ. അപ്പം കൂടുതൽ പൈസയൊന്നും ചിലവില്ലാതെ നമ്മളെ വീട്ടിലുള്ള സാധനം തന്നെയായിരിക്കില്ല വാസലിൻ. ഈ ഒരു വാസലിൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഒരു ഇത് ഇങ്ങനെ ചെയ്ത് നോക്കാം കേട്ടോ. അങ്ങനെ അടുത്തൊരു ടിപ്പിലേക്ക് പോവാം. ഇതേപോലെ എണ്ണയൊക്കെ തറയിലൊക്കെ മറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിത് എത്ര തുണി വെച്ച് തുടച്ചാലും ഈ ഒരു എണ്ണമയം അവിടെ തന്നെ ഉണ്ടാവും. ടൈൽസിലൊക്കെ ആണെങ്കിൽ തെന്നി വീഴാനുള്ള സാധ്യത ഒക്കെ കൂടുതലാണ്. കുട്ടികളൊക്കെ ഉള്ള വീട്ടിലൊക്കെ ആണെങ്കിൽ ഞാൻ എപ്പോഴും വീഴാറുണ്ട് കേട്ടോ. അതെൻ്റെ മോളെ പണിയാണ്. ഇത് അവൾക്ക് മേലിങ്ങനെ എണ്ണ തേക്കും. ഞാൻ ഈ ഒരു എണ്ണ എടുത്തിട്ട് നിലത്തൊക്കെ തൂവിയിടുന്നതാണ്. അപ്പം ഈ ഒരു സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. അപ്പം ഇത് ഡേറ്റ് കഴിഞ്ഞിട്ടുള്ളൊരു പൗഡറാണ്. അപ്പോൾ ഈ ഒരു പൗഡർ ഞാൻ ഈ ഒരു എണ്ണ തൂകിയ ഭാഗത്താണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ പൗഡർ തന്നെ ഇടണം നിർബന്ധമില്ല. നമ്മുടെ ഗോതമ്പ് പൊടി ഉണ്ടാവില്ലേ, ഒരു സ്പൂണ് ഗോതമ്പ് പൊടി ഇതേപോലെ എണ്ണയൊക്കെ തൂവിയ സ്ഥലത്ത് ഇട്ട് കൊടുത്തിട്ട് എല്ലാവരുടെയും ഒന്ന് കൈകൊണ്ട് ഒന്ന് സ്പ്രെഡാക്കി കൊടുത്തിട്ട് എന്തെങ്കിലും ഒരു തുണി വെച്ചിട്ട് തുടച്ചാൽ മതി കേട്ടോ. ഒരിത്തിരി പോലും എണ്ണമയം പോലും അവിടെ ഉണ്ടാവില്ല. അല്ലാതെ നമ്മൾ വെള്ളമൊക്കെ കൂട്ടി തുടയ്ക്കുകയാണെങ്കിലും ഈ ഒരു എണ്ണമയം അവിടെ തന്നെ ഉണ്ടാവും. തെന്നി വീഴാനുള്ള സാധ്യത ഏറെക്കുറെ കൂടുതലാണ്. ഞാൻ എപ്പോഴും വീഴലുണ്ട് കേട്ടോ. എനിക്ക് അനുഭവം ഉള്ളതിനെ കൊണ്ടാണ് പറയുന്നത്. അപ്പം ഈ ഒരു പൗഡർ ഇങ്ങനെ സ്പ്രെഡാക്കി കൊടുത്തിട്ട് എന്തെങ്കിലും ഒരു തുണി വെച്ചിട്ട് തുടച്ചു കൊടുക്കുകയാണെങ്കിൽ അവിടെ എണ്ണ തൂകിയ പോലും കാണില്ല കേട്ടോ. അത്രയ്ക്ക് പെർഫെക്റ്റായിട്ട് നമുക്ക് അത് തുടച്ച് കളയാൻ പറ്റും കേട്ടോ. അടുത്തായിട്ടുള്ളൊരു ടിപ്പാണ് ഇതേപോലെ ക്യൂടെക്സ് ഒക്കെ നമ്മൾ എവിടെയെങ്കിലും പോകുന്ന സമയത്തൊക്കെ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുമ്പം ഇടുമ്പോൾ ചിലപ്പോൾ ഞാൻ എപ്പോഴും ഇടുക സാരിയൊക്കെ കൊടുത്ത് എല്ലാം റെഡി ആയി കഴിഞ്ഞിട്ട് അവസാനമാണ് ഈ ഒരു ക്യൂടെക്സ് ഇടുക. അവസാനം ഇടുമ്പോൾ എന്താണെന്ന് വെച്ചാൽ പിന്നെ നമുക്ക് സാരിയൊക്കെ എന്തെങ്കിലും ഒന്ന് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ മുടിയൊക്കെ ഒന്ന് ഒതുക്കി വെക്കണമെങ്കിലോ ആവുമ്പം ഈ ഒരു ക്യൂടെക്സ് ആറി കിട്ടാൻ കുറച്ച് പാടായിരിക്കും. അത് ഫുള്ള് മുടീൻ്റെ ഏഴയൊക്കെ കുടുങ്ങിയിട്ട് ക്യൂടെക്സ് മൊത്തം മൊത്തം പോവും. അപ്പം അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഈ ഒരു ക്യൂടെക്സ് പെട്ടെന്ന് എവിടെയും പോകുമ്പോൾ ഈ ഒരു ക്യൂടെക്സ് ഇടുന്നതെങ്കിൽ ഈ ഒരു ക്യൂടെക്സ് പെട്ടെന്ന് ആറി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് തണുത്ത വെള്ളം എടുക്കുക. ഐസ് ഉണ്ടെങ്കിൽ അതെടുത്താലും മതി. അല്ലെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ കുറച്ച് തണുത്ത വെള്ളമോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ഇത്തിരി ഐസിൻ്റെ കഷ്ണമൊക്കെ ഉണ്ടെങ്കിൽ അതെടുക്കുക. എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ആ ഒരു വെള്ളത്തിൽ നമ്മളെ ക്യൂടെക്സ് ഇട്ടിട്ടുള്ള ഈ ഒരു നഖമില്ലേ ഒന്ന് മുക്കി വെച്ച് കൊടുക്കുക. വെറും 2 മിനിറ്റ് വെച്ചാൽ മതി. 2 മിനിറ്റ് വെക്കണമെന്നില്ല, അത്രയും സമയം വെച്ചാൽ മതി. അപ്പോഴേക്ക് തന്നെ അത് ആറി കിട്ടും കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ അത് ആറി കിട്ടും കേട്ടോ. ഉണങ്ങി കിട്ടും കേട്ടോ. പിന്നെ നമ്മളെ ഡ്രസ്സിലോ അല്ലെങ്കിൽ മുടിയിലോ ഒന്നും ആവുന്ന ടെൻഷനും വേണ്ട. അതാ ഞാൻ കൈകൊണ്ടൊന്നും ഇങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും പെട്ടെന്ന് തന്നെ ആറി കിട്ടും കേട്ടോ. പിന്നെ അത് തൊട്ടാൽ പോലും എവിടെ ഒന്നും ആവില്ല. വിരലും അത് അങ്ങനെ തന്നെ കിടക്കും കേട്ടോ. അപ്പോൾ അടുത്തൊരു ടിപ്പിലേക്ക് പോകാം. ഇതേപോലത്തെ എന്തെങ്കിലും സിറപ്പ് മരുന്നുകളൊക്കെ നമ്മളെ വീട്ടിലുണ്ടാവില്ലേ, കുട്ടികളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ ഉറപ്പായിട്ടുണ്ടാവും. എപ്പോഴാണ് അസുഖം വരിക എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുമല്ലോ, പാരസിറ്റമോൾ ആയാലും അമോക്സിലിൻ ആയാലും ഒക്കെ തന്നെ. അപ്പം ഇതിൻ്റെ ഒരു ഡേറ്റ് കുറച്ച് കഴിയുമ്പോഴേക്കും തന്നെ മാഞ്ഞ് പോകാൻ തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ടെൻഷനായിരിക്കും, ഡേറ്റ് കഴിഞ്ഞോ അല്ലെങ്കിൽ ഇത് ഡേറ്റിൻ്റെ ഈ ഒരു പ്രശ്നം. അപ്പം അങ്ങനെയൊക്കെ വരുന്ന സമയങ്ങളിൽ ഈ ഒരു മരുന്ന് വാങ്ങിക്കുമ്പോൾ തന്നെ കുറച്ച് വാസലിൻ എടുത്തിട്ട് ഈ ഒരു മരുന്നിൻ്റെ ഈ ഒരു ഡേറ്റിൻ്റെ ഭാഗമില്ലേ, ഈ ഒരു ഭാഗത്തൊന്നിങ്ങനെ തേച്ച് കൊടുക്കുകയാണെങ്കിൽ എത്ര വർഷം തന്നെ കഴിഞ്ഞാലും ഈ ഒരു ഡേറ്റ് മാഞ്ഞു പോവില്ല കേട്ടോ.
ചിലപ്പം ഇതേപോലെയൊക്കെ ആയിരിക്കും ഡേറ്റ് വരിക. അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് തന്നെ മാഞ്ഞു പോകും. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഈ കുറച്ച് വാസലിൻ എടുത്തിട്ട് ഇതേപോലെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി കേട്ടോ. അതേപോലെ തന്നെ നമ്മളെ കറണ്ട് ബില്ലിൻ്റെ ഈ ഒരു എമൗണ്ട് അടിച്ച് വരുന്ന ഭാഗം കാണില്ലല്ലോ, അവിടെയും കുറച്ച് വാസലിൻ തേച്ച് കൊടുക്കുകയാണെങ്കിൽ എമൗണ്ട് നല്ല തെളിഞ്ഞിട്ട് കാണും കേട്ടോ. അടുത്തായിട്ടുള്ളൊരു ടിപ്പിന് ഇതേപോലത്തെ ഒരു കോട്ടൻ്റെ ഒരു തുണി എടുക്കുക. എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് ഒരു സ്പൂണോളം കടുക് ഇട്ട് കൊടുക്കുക. പിന്നെ ഇത് എന്തിനാണെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. എന്നിട്ട് ഇതൊരു കിഴി പോലെ ഒന്ന് കെട്ടി വെക്കണം. ഇതേപോലെ ഒരു കിഴി പോലെ ഒന്ന് കെട്ടുക. എന്നിട്ട് ഇത് നമ്മളെ ടോയ്ലറ്റ് ഉണ്ടാവില്ലേ, ടോയ്ലറ്റോ അല്ലെങ്കിൽ ബാത്റൂമോ അതിൻ്റെ എവിടെയെങ്കിലും ഒരു സൈഡിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്തുള്ള ബാഡ് സ്മെല്ലൊക്കെ നന്നായിട്ട് പോയി കിട്ടും കേട്ടോ. ഇതിനകത്ത് നല്ലൊരു മണം വരുന്നല്ല, പക്ഷേ അതിൻ്റെ അകത്തുള്ള ബാഡ് സ്മെല്ലൊക്കെ നന്നായിട്ട് തന്നെ പോവും. ഈ ഒരു ടോയ്ലറ്റിലോ ബാത്റൂമിലോ ഒരു തരത്തിലുള്ള ബാഡ് സ്മെല്ലും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇന്ന് ഞാൻ പറഞ്ഞിട്ടുള്ള ടിപ്സുകളൊക്കെ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. താങ്ക്